ഡേ 56 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 56ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ടോട്ടൽ എടുത്തത് 3 ട്രേഡ്സാണ് എടുത്തത്. സോ ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 10:25 ആയിക്കണം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. ഒരു മാർക്കറ്റ് ഒരു ഡൗൺ സൈഡൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു 3 മിനിറ്റിലല്ല നല്ലൊരു 5 മിനിറ്റിൽ ഒരു നല്ലൊരു CP ഫോം ആയിരിക്കണം. പോരാത്തിന് അതിൻ്റെ കൂടെ അവിടെ ഒരു വോളിയം ബാലൻസ് ഉണ്ടായിരുന്നു VIP. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഇന്നത്തെ ഒരു ഡേലോ വരെയുള്ള ഒരു സ്വീപ്പിംഗ് ആണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഒരു PE സൈഡ് എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകുന്നുള്ളത്. കാരണം ഒന്ന് മിനിമം ഒരു ഡയലോ സ്വീപ്പിംഗ് വേണം. കാരണം മോർണിംഗ് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോൾ വന്നതാണ് മാർക്കറ്റിൽ. സോ ഏതായാലും നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകുന്നു നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഏതായാലും SL അടിച്ചിരിക്കണം. ഈ ട്രേഡിൽ ഏകദേശം നമുക്കൊരു 1560 രൂപയോളം ലോസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഏതായാലും നെക്സ്റ്റ് ട്രേഡ് നോക്കാം നമുക്ക്. സമയം ഒരു 11:02 ആയിരിക്കും. നമുക്ക് സെക്കൻഡ് ട്രേഡും വന്നത് നിഫ്റ്റി തന്നെയാണ്. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതാണ്. എന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡൊക്കെ ഒരു മൂവ്മെൻറ്റ് നടത്തി നമുക്ക് തിരിച്ച് ഒരു നല്ല രീതിയിലൊരു 1 മിനിറ്റ് നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോം ആയപ്പോൾ അതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നുള്ളൊരു വ്യൂ ആണ് നമുക്കുള്ളത്. സോ നമ്മൾ ഏതായാലും എൻട്രി പ്ലേസ് ചെയ്തതാണ്. ഈ ട്രേഡ് എങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം. സോ നമ്മൾ സെക്കൻഡ് ട്രേഡും SL അടിച്ചാണ്. സോ ഈ ട്രേഡിൽ നമ്മൾ ഏകദേശം ഒരു 993 രൂപയോളം ലോസ് ഇതിൽ ബുക്ക് ചെയ്തത്. സോ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ 2 ട്രേഡിലും കൂടി 2553 രൂപയോളം ലോസ് ബുക്ക് ചെയ്ത്. സോ ഇനി നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടൈം ഏകദേശം 11:45 ആയിരിക്കണം. സോ നമുക്ക് മൂന്നാമത്തെ എൻട്രി വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ മാതിരിക്കൊരു ലോ ഓർ ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു ലോവർ സെയിം ടൈം ഫ്രെയിമുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലൊരു BC ഒക്കെ ഫോം ആക്കിയിട്ടാണ് അപ്സൈഡൊക്കെ പമ്പായത്. സോ നമ്മൾ ഏതായാലും ആ BCയിൽ വന്ന് ടാപ്പായി ഒരു റിജക്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഏകദേശം എൻട്രി പ്ലേസ് ചെയ്തതാണ്. സോ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വെച്ച് എൻട്രി പ്ലേസ് ചെയ്തതാണ്. സോ നമ്മൾ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ നിയറസ്റ്റ് സ്വിങ് ഹൈ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ലാസ്റ്റ് ഫോം ചെയ്ത് ഇന്നത്തെ ഡേ ഹൈ എന്തൊക്കെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ട്രേഡാണിത്. സോ നമുക്ക് എങ്ങനെ നോക്കാം. സോ നമ്മൾ തേർഡ് ട്രേഡും SL ആയിട്ട് ചെയ്യണം. സോ നമുക്ക് ഏകദേശം 3 SL അടിച്ചു. സോ ഇന്ന് 3 ട്രേഡിലും കൂടി നമ്മൾ മേക്ക് ചെയ്ത ലോസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 3513 രൂപ നമുക്ക് 3 ട്രേഡിൽ SL വന്നേക്കണം. സോ ഇന്ന് നമ്മൾ എടുത്ത ടോട്ടൽ 3 ട്രേഡ്സും നമുക്ക് ലോസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും 3513.75 നമ്മൾ ലോസ് ബുക്ക് ചെയ്ത്. സോ നമ്മൾ ഒരു ദിവസം മാക്സിമം 3 SL നമ്മൾ എടുക്കുകയുള്ളൂ. അതിൻ്റെ മേലെ വന്നിട്ട് 3 SL വന്നാൽ തന്നെ നമ്മൾ അന്നത്തെ ട്രേഡ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിയാൽ കാണാം നമുക്ക് 3 SL ഇന്ന് നമുക്ക് അടിച്ച് ടോട്ടൽ 3513.75 നമുക്ക് ഇന്ന് ലോസ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നമ്മൾ രണ്ടാമത് ട്രേഡ് എടുത്ത ബാങ്ക് നിഫ്റ്റി അല്ല മൂന്നാമത് എടുത്ത ട്രേഡ് ചില ടാർഗറ്റിലോട്ട് പോയി. പക്ഷേ നമ്മുടെ SL ഹണ്ട് ചെയ്തിട്ടാണ് പോയത് നമ്മളെ ഫ്യൂച്ചർ ചാർട്ടിൽ. അത് നോ പ്രോബ്ലം. നമുക്കിപ്പോൾ SL ഹണ്ട് ചെയ്ത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. സോ അത് SL ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് നിഫ്റ്റിയിലൊക്കെ ഒരു ട്രേഡ് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഈ ഒരു ട്രേഡ് നമുക്ക് ഒരു BCയിൽ ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് വന്ന ട്രേഡായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾക്ക് 3 SL നിന്ന് അടിച്ചുകൊണ്ട് നമ്മൾ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നത്തെ ലോസ് XL അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ കാണാൻ കഴിയും ഡേ 56 20th മാർച്ച് 3513.75 ഇന്നത്തെ ചാർജാണ്. 456.41 ഇന്നത്തെ ചാർജ് ഉണ്ട്. സോ ഇന്നത്തെ ലോസ് അടക്കം നമ്മളുടെ ഡേ 56 നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ 1101.06 നെറ്റ് ലോസിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. 1101 റുപ്യ ലോസിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. സോ ബാലൻസ് അച്ചീവ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കാരണം ആ ഒരു 1100 രൂപയും കൂടി എക്സ്ട്രാ ഇതിൽ നമുക്ക് അച്ചീവ് ചെയ്യാണ്ട്.
നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ ഡേ 56 ആയിട്ടും നമ്മൾ നെറ്റ് ലോസിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം അതെന്ന് വെച്ചാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതിൻ്റെ റിയാലിറ്റി ഇങ്ങനെയാണ്. കണ്ടിന്യൂസ് ആയിട്ടൊന്നും നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ പോരാത്തിന് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഈ ചലഞ്ചിൽ നമുക്ക് ചെറിയൊരു എററും വന്നിരുന്നു. കാരണം ഫെബ്രുവരി മന്തിൽ നമ്മുടെ സിസ്റ്റം ഒന്ന് ജസ്റ്റ് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നമുക്ക് വന്ന കുറച്ച് മിസ്റ്റേക്ക് കാരണം നമുക്ക് ഏകദേശം പ്രോഫിറ്റിൻ്റെ ഒരു 15% നമുക്ക് ഫെബ്രുവരിയിൽ ഡ്രോ ഡൗൺ വന്നിരുന്നു. അപ്പോൾ അത് റിക്കവറി ആയിട്ടാണ് ഈ ഒരു ലെവലിൽ 1100 രൂപ ലോസ് എന്നുള്ള ലെവലിൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു എറർ കാരണമാണ്. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 30,000 to 40,000 പ്രോഫിറ്റിൽ നിൽക്കേണ്ടതായിരുന്നു ഈ ഒരു 56 ഡേ ആകുമ്പോഴത്തേന്. പക്ഷേ നോ പ്രോബ്ലം, നമ്മളത് ഒരു ചലഞ്ചിൻ്റെ ഇതായിട്ട് എടുത്തിട്ടുള്ളൂ. നമുക്കിനി മുന്നോട്ട് നോക്കാം. ഈ ട്രേഡിൻ്റെ ഈ ഒരു ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇതിന് നമുക്കൊരു ലിമിറ്റ് ഒന്നും, നമ്മളൊരു ജസ്റ്റ് ഒരു ഡേയ്സ് ആയിട്ട് കാണുക. നമ്മളൊരു മാക്സിമം ഒരു 5 yearsൻ്റെ ഒരു ടെന്യൂറാണ് ഈ ഒരു ചലഞ്ചിന് കാണുന്നത്. സോ അത്ര ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും ട്രേഡിങ്ങിന് ഇത്ര ഒരു വലിയൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വന്നു കണ്ട് ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്ത് പോകാൻ പറ്റിയൊരു കരിയറോ ഒരു ഇതല്ല ട്രേഡിങ്. അത് സ്ലോ ആയിട്ടുള്ള ഒരു വിന്നിങ്ങേ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് വലിയൊരു എമൗണ്ട് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റിയൊരു സംഭവമല്ല ട്രേഡിങ്. സോ നമുക്ക് ഏതായാലും നോക്കാം. ഇനിയുണ്ട് ദിവസങ്ങൾ, ഇനിയുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസിപ്ലിനായിട്ട് പോകുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.